നിങ്ങൾക്ക് എല്ലിന്റെ ബലം കുറവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ബലം എങ്ങനെ നിർണ്ണയിക്കണമെന്ന് അറിയാമോ? കാൽസ്യം മതിയോ, വൈറ്റമിൻ ഡി മതിയോ, ഇഞ്ചക്ഷൻ വേണോ? സംശയമുണ്ടോ? ഹായ്, നമസ്കാരം. ഐ എം ഡോക്ടർ മുരളീകൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഈ ഒരു കൊച്ചു മെഷീന്റെ മുമ്പിലാണ്, ഡെക്സാ സ്കാൻ. ഈ ഡെക്സാ സ്കാനിൽ 2 നനുത്ത രശ്മികൾ ശരീരത്തിൽ കൂടി കടത്തിവിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലിന്റെ ബലം അറിയപ്പെടും. ഇടുപ്പിലെത്ര, നട്ടലിലെത്ര, കൈയുടെ മണിബന്ധത്തിലെത്ര, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലിന്റെ ബലം എത്ര കുറഞ്ഞു കൃത്യമായിട്ട് സംഖ്യ സഹിതം അറിയപ്പെടും. അത് കഴിഞ്ഞാൽ നമ്മളതൊരു പ്രത്യേക ഒരു പ്രോട്ടോകോൾ വഴി വിട്ടു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിൽ നമ്മുടെ എല്ല് പൊട്ടാനുള്ള സാധ്യത എത്ര എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഡോക്ടറിന് നിങ്ങൾക്ക് കൊടുക്കേണ്ട മരുന്ന് കാൽസ്യം ആണോ, വൈറ്റമിൻ ഡി ആണോ, ഇഞ്ചക്ഷൻ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലിന് തേയ്മാനമുണ്ടെങ്കിൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെയുള്ള ഇന്ന് ലോകത്തിലെമ്പാടും എല്ലാവർക്കും ലഭിക്കുന്ന അതേ ചികിത്സ കൃത്യതയോടുകൂടി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എന്നുവരെ ജീവിക്കുന്ന അന്ന് വരെ അന്തസ്സോടെ സ്വന്തം കാലം നടന്ന് ജീവിക്കാനുള്ള ബലം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യും. അതാണ് ഡെക്സാ സ്കാൻ. സോ നമ്മളിപ്പോൾ ഒരു ഡെക്സാ സ്കാൻ ചെയ്ത പേഷ്യൻറ്റിൻ്റെ അവലോകനം ചെയ്യുകയാണ്. ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നത് നട്ടലും കൈയുടെ കുഴയും സ്കാൻ ചെയ്ത പേഷ്യൻസിൻ്റെ ആണ്. ഇതേ പേഷ്യൻറ്റിന് നമ്മൾ ഇടുപ്പും കൂടെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് ഈ പേഷ്യൻറ്റിന് ഞാൻ നോക്കുമ്പോൾ നട്ടലിന് നല്ല രീതിയിൽ തേയ്മാനമുണ്ട്, എന്നാൽ ഇടുപ്പിലും കൈയുടെ മണിബന്ധത്തിലും വലിയ കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്യണം? ഈ പേഷ്യൻ്റ് നട്ടലിന് വേണ്ടിയുള്ള തേയ്മാനത്തിനുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. ആ മരുന്നിൽ ഒരു 1-2 വർഷം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ എല്ലിൻ്റെ ബലം കൂടും. അപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്കാൻ ചെയ്യുമ്പോൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം എത്രത്തോളം ബലം കൂടിയെന്ന് അറിയും. അങ്ങനെ ആ രോഗിയുടെ ബലം നമുക്ക് വ്യക്തമായിട്ട് സംഖ്യകൾ വെച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം അവർ വീട്ടിൽ പോയി വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടാനുള്ള സാധ്യത കുറയും. താങ്ക് യു.